അന്നൊന്നും ഞങ്ങൾ വിവാഹം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പുള്ളിയുടെ സഹോദരിയുടെ വിവാഹത്തിന് ഞാൻ പോയിരുന്നു. പുള്ളിയുടെ സഹോദരിയുടെ അമ്മായിയമ്മയാണ് ഈ വിവാഹ ആലോചന കൊണ്ടുവരുന്നത്. ഏട്ടൻ്റെ പാട്ടുകൾ എല്ലാം എനിക്കിഷ്ടമാണ്. ദാസേട്ടൻ പാടിയ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പോലും ഇതൊക്കെ ഏട്ടൻ പാടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിത പറഞ്ഞത്. അച്ഛൻ്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. വളരെ സെൻഷ്യസ് വോയിസ് ആണ് അച്ഛൻ്റേത്. പ്രത്യേകിച്ച് അച്ഛൻ്റെ റൊമാൻറ്റിക് പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ്. ആദ്യമൊക്കെ അച്ഛൻ നല്ല ദേഷ്യക്കാരനായിരുന്നു. അച്ഛൻ വഴക്ക് പറയേണ്ട ആവശ്യമില്ല, നോക്കിയാൽ തന്നെ ഞാൻ പേടിക്കുമായിരുന്നു. അച്ഛന് പക്ഷേ ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല. ഇപ്പോൾ ഭയങ്കര ശാന്തമാണ്, നല്ല ഫ്രണ്ട്ലിയാണ് എന്നാണ് അച്ഛനെക്കുറിച്ച് മകൾ ലക്ഷ്മി പറഞ്ഞത്. എൻ്റെ മോൻ പാട്ട് പഠിക്കുന്നില്ല, പക്ഷേ അവൻ പാടും. പാട്ടുകാരനാണവൻ. അവൻ്റെ പേര് ദിനനാഥ് എന്നാണ്. ലതാ മങ്കേഷ്കറിൻ്റെ അച്ഛൻ്റെ പേര് ദിനനാഥ് മങ്കേഷ്കർ എന്നാണ്. ആ പേരിൽ നിന്നെടുത്താണ് ഞാൻ എൻ്റെ മകന് പേരിട്ടതെന്നാണ് ജയചന്ദ്രൻ അന്ന് മകനെപ്പറ്റി പറഞ്ഞത്.